വളരെ നരകമാണ് അങ്ങോട്ട്. മേജർ പ്രോബ്ലമാണ് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ. അതൊരു വലിയൊരു ഉപദ്രവമാണ് ഇപ്പോൾ ഇക്കാലത്ത്. പണ്ടത്തെക്കാൾ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്കൊരു ചെറിയ സ്കാറുണ്ട്. കുട്ടികളെ സ്നേഹിക്കണം, അതുകൊണ്ടാണ് അവരുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണത്. അതുപോലെ അടിയും തടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കുട്ടികൾക്ക് പൈസയെ പറ്റി വാല്യൂ ഇല്ല, അവർക്കൊന്നും അറിയില്ല. അവർക്ക് വേണ്ടത് സ്നേഹം, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ അടിതടി വേണ്ട, നോ അബ്യൂസ്. ഈ കുട്ടി പിന്നെ ഓടിപ്പോയി. ഐ ആം നോട്ട് ഏബിൾ ടു ട്രേസ് ഇറ്റ്. ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 3 തവണയോളം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അവിടെ നിന്ന് ഇപ്പോൾ എന്താ പറയുക, ആ ഒളിച്ചോട്ടം ബേസാക്കി സിനിമ ഇറക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മളൊപ്പം ഉള്ളത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരിഹരൻ സാർ. നമസ്കാരം, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യത്തിൽ പറഞ്ഞ പോലെ ഒളിച്ചോട്ടം ഹരമാക്കിയ ഒരു കുട്ടിയായിരുന്നു. 3 തവണയോളം പറയുന്നത് തെറ്റാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. ഞാനൊരു ഭാഗ്യവാനാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കുറേ ബുദ്ധിമുട്ടി, പക്ഷേ ആരും ഓടിപ്പോകാൻ ഞാൻ പറയില്ല. ഈ ഓടിപ്പോകുന്ന തന്നെ വാക്ക് തന്നെ തെറ്റാണ്. ഇത് ആക്ച്വലി പുകച്ച് പുറത്താക്കുക എന്നുള്ളതാണ് കറക്റ്റ്. കാരണം ഇത് വീട്ടിലത്തെ പരിസ്ഥിതി അത്ര വഷളായി. അതുകൊണ്ടാണ് ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏത് കുട്ടിയായാലും ശരി, പുറത്തു പോകാനുള്ള താല്പര്യം ഫസ്റ്റ് കാണിക്കുന്നു. പിന്നെ അതിനുള്ള ധൈര്യം. ഇപ്പം നിങ്ങൾ ചോദിച്ച മാതിരി ഇപ്പോൾ 1000 കണക്കിന് ആൾക്കാർക്ക് പോകണമെന്നുണ്ട്, ഓടിപ്പോയാൽ പറ്റുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല അവർ. കാരണം അതിൻ്റെ ഒരു ഗട്ട്സ് വേണം. അപ്പോൾ ഫൈനലി എന്തുകൊണ്ട് ഒരാൾ ഓടിപ്പോകുന്നു? അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത, അത് പലവരുടെ കപ്പാസിറ്റി, വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി വേറെ വേറെയാണ്. ചിലവരുടെ ഓക്കെ നരകമാണെങ്കിലും കുഴപ്പമില്ല, ഓടിപ്പോകാനുള്ള ധൈര്യമില്ല. ചിലവർ വളരെ സെൻസിറ്റീവാണ്, എന്നെ മാതിരി നടക്കില്ല, അപ്പോൾ മുങ്ങും. സോ അതുകൊണ്ട് അതൊരു ഗ്ലാമർ ആക്കരുത്, അത് തെറ്റാണ്. വളരെ നരകമാണ് അങ്ങോട്ട്. പ്ലസ് ഇക്കാലത്തൊക്കെ പണ്ടത്തെക്കാളും നരകമാണ്. കാരണം ഇപ്പോൾ ഡ്രഗ്സും പലവിധ പ്രശ്നങ്ങളും. അതുകൊണ്ട് ഞാൻ ആരെയും എൻകറേജ് ചെയ്യില്ല. പക്ഷേ ഞാൻ അച്ഛനമ്മമാരെ പറയും സ്നേഹത്തിലൂടെ ഇരിക്കുക. കാരണം കുട്ടികൾക്ക് പൈസയെ പറ്റി ഒന്നും അറിയില്ല. അവർക്ക് ആകെ വേണ്ടത് കുറച്ച് സ്നേഹം, നല്ല ചാപ്പാട്, കുറച്ച് സ്നേഹം. വേറെ സ്നേഹം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടിതടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരിക്കലും ഒന്നും ആവില്ല, എല്ലാം സുഖമായിട്ട് ഭംഗിയായിട്ട് പോകും. ഈ വായിച്ചിട്ടുണ്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഒളിച്ചോടി പോയത്. ഓക്കെ, ഐ മീൻ യു ക്യാൻ സേ സംതിങ് ലൈക്ക് ഫ്രീഡം. ബട്ട് പക്ഷേ ഏതൊക്കെ പ്രായത്തിലാണ് ഈ ഒരു ഒളിച്ചോട്ടം സംഭവിച്ചത്? റീസൺ ഒക്കെ ഫസ്റ്റ് ഒരു ദിവസത്തെയാണ്. ഐ മീൻ പെട്ടി തിങ്സ്, ബട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ പ്രശ്നമാവും. അപ്പോൾ അത് ഒരു ദിവസത്തേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇനി 10 പാസ്സാവുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി കോളേജിൽ കാണാൻ പറ്റുമോ, കോളേജ് ഞങ്ങൾ കാണുമോ? അപ്പോൾ ഏതായാലും ഒന്നായിക്കളയാ. അപ്പോൾ ചെറുതായിട്ടൊരു ഫസ്റ്റ് ടൈം ഒരു പെഗ്, പുറത്ത് പോയി ഒരു വേലിയിലൊക്കെ ചാടി, ഒരു കൊട്ടാരത്തിൻ്റെ മതിലൊക്കെ ചാടി, പിന്നെ ഒരു മാങ്ങയൊക്കെ തിന്നുക, ഒരു സിഗരറ്റ് വലിക്കുക, പാസിങ് ഷോ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിടിച്ചു അത് കണ്ണൊക്കെ. അപ്പോൾ സ്നേഹത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവില്ല. അതൊരു വലിയൊരു സംഭവമാക്കി വീട്ടിൽ വലിയൊരു. സോ ഒബ്വിയസ്ലി പിറ്റേ ദിവസം ഞാൻ പോയി. നേരെ ഞാൻ ബോംബെ എത്തി, ടിക്കറ്റ് ഇല്ലാണ്ട്. ബോംബെയിൽ ഒരു കറങ്ങി, ശരിയായില്ല. അവിടെയൊക്കെ വളരെ ഡേഞ്ചറാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ എന്തായതെന്ന് ഞാൻ പറയുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പൂനെയിലെത്തി. പിന്നെ ടയർ പങ്ക്ചർ ഷോപ്പിലൊക്കെ ജോലി ചെയ്തു 4 ദിവസം. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. ഒരു മലയാളിയായിരുന്നു ഡ്രൈവർ, നാഷണൽ പെർമിറ്റ്. നാട്ടിലോട്ടാണ് പോകുന്നത്, വരുന്നുണ്ടോ? ആ വന്നോളാം. അപ്പോൾ അതിൽ ക്ലീൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഐ വാസ് ദ ക്ലീനർ ലോറിയിൽ. അത് പിന്നെ എനിക്ക് അറിഞ്ഞു 4 ദിവസം ഇവിടെ എത്തി. അവിടെയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ജീവിതം കുളമാണ്. അപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കണ്ട് ആരോ പിടിച്ചു, തിരിച്ച് വീട്ടിൽ പോയി. 3ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് സെയിം അഗെയിൻ. ആണെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ കാര്യം വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ NCCയിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് എന്താണ്, ഐ ഗോട്ട് സെലക്റ്റഡ് ടു റിപ്പബ്ലിക് ഡേ പരേഡ്. അറിയില്ലേ, മാർച്ച് ഫാസ്റ്റ് റിപ്പബ്ലിക് ഡേ പരേഡ്. അത് വീട്ടിൽ സമ്മതിച്ചില്ല. ഫസ്റ്റ് ഇയർ BCom പഠിക്കുമ്പോഴത്. ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അപ്പോൾ സമ്മതിക്കാതിരുന്നത്? മാർച്ചിൽ എക്സാം അല്ലേ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ദാറ്റ് ഇസ് ദ ഫൈനൽ വൺ. സോ ബട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പോയി ഇനി. പക്ഷെ അവർക്ക് റിയാക്ട് ചെയ്തതിന് മുമ്പ് ഞാൻ വീടിൻ്റെ പുറത്തായിരുന്നു. അത് 13 മാസമായിരുന്നു മദ്രാസ് റോട്ടിൽ. ഇപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ അതൊരു നല്ല, ഐ മീൻ ഗോഡ്സ് ഗ്രേസ്. അതാണ് എൻ്റെ PhD. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് MBA ഒക്കെ ചെയ്തു. പക്ഷെ അതാണ് റിയൽ PhD. കാരണം ലൈഫ് എന്താണെന്ന് അറിയുവാണ്. അപ്പോൾ പിന്നെ
തിരിച്ചു വന്നു. പിന്നെ BCom ഒക്കെ ഫിനിഷ് ചെയ്തു, MBA ചെയ്തു, ബോംബെ പോയി സെറ്റിലായി. പിന്നെ ഓൺലി പൈസ പൈസ പൈസ. ഐ മീൻ കാരണം അതൊരു വാശിയാണല്ലോ നമുക്കൊരു ജയിച്ചു കാണിക്കാനുള്ള വാശി. ജയിച്ച് കാണിക്കാനുള്ള വാശി. അത് 15 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ഒരു സംഭവം നടന്നു. അങ്ങനെയാണ് ഞാൻ അത് ചേഞ്ച് ആയത്. വിച്ച് ഇസ് പോർട്രേഡ് ഇൻ ദ മൂവി ആക്ച്വലി. അപ്പം പുറത്ത് എന്തുകൊണ്ട് അത് ചേഞ്ചായി. സോ ടുഡേ ഐ റെസ്ക്യൂ ചിൽഡ്രൻ. ഓടിപ്പോ കാരണം എനിക്കറിയാം എത്ര പേര് സഹിക്കുന്നുണ്ട് അവിടെ. എന്നെമാർ രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. പലവിധം പ്രശ്നങ്ങൾ അവർക്ക് അവിടെ. അപ്പോൾ അവർ തിരിച്ചു പോകാനും പറ്റില്ല, അവിടെ കുടുങ്ങി എന്ന മട്ടിലാണ് കുറേ കുട്ടികളുണ്ട് അക്രോസ് ഇന്ത്യ. സോ ഐ റെസ്ക്യൂ ചിൽഡ്രൻ. ഐ ഹവ് റെസ്ക്യൂഡ് മേ ബി 30,000-40,000 ടുഡേ ചിൽഡ്രൻ ഇൻ അക്രോസ് ദ കൺട്രി. അപ്പോൾ അവരിന് വേണ്ടി ജീവിക്കുകയാണ് ഇപ്പോൾ. ഐ മീൻ ഓൾ മൈ എഫേർട്സ് ആർ ഫോർ അവർ നന്നാക്കല് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓടിപ്പോകുന്നു. അപ്പോൾ കൗൺസിലിംഗ് അച്ഛനമ്മമാർ എസ്പെഷ്യലി സിംഗിൾ പേരൻ്റ് ആണ്, അല്ലെങ്കിൽ മേജർ പ്രോബ്ലമാണ് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ. അതൊരു വലിയൊരു ഉപദ്രവമാണ് ഇപ്പോൾ ഇക്കാലത്ത് പണ്ടത്തേക്കാൾ. അപ്പോൾ ഇവർ ഒറ്റപ്പെട്ട് പോവുകയാണ്. ബേസിക്കലി ഇവർ നെഗ്ലക്റ്റീവ് അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാവും വീട്ടിൽ. എന്തെങ്കിലുമൊക്കെ ഒരു അബ്യൂസ് ഉണ്ട് ഉറപ്പാണ്. ഐ മീൻ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ വേരിയസ് ടൈപ്സ് ഓഫ് അബ്യൂസസ്. ഐ എം ഷുവർ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്കാറാണ് ആക്ച്വലി. ഇവർ കൗൺസിൽ ചെയ്ത് നന്നായില്ലെങ്കിൽ ഈ അബ്യൂസ് കാരണം ഇവർ വലിയൊരു ക്രിമിനലായി തീരാം, അല്ലെങ്കിൽ ഇവർ സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാവും ഉറപ്പാണ്. ഇൻഫാക്ട് 30-40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്കൊരു ചെറിയ സ്കാറുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കുട്ടികളെ സ്നേഹിക്കണം, അതുകൊണ്ടാണ് അവരുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണത്. അതുപോലെ അടിയും തടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ട്രെയിലറിൽ ഒരു ടീസറിൽ നമ്മൾ കണ്ടു മദർ തെരേസയുടെ കോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലും സ്നേഹിക്കാൻ ആളില്ലെന്നുള്ള തോന്നലുമാണ് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദാരിദ്ര്യമെന്ന്. അപ്പം സാറിൻ്റെ ഒരു ലൈഫ് ഇങ്ങനെ ഫോം ചെയ്തത് അത്തരത്തിലുള്ളൊരു ഏകാന്തതയോ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു സ്നേഹമില്ലായ്മയോ ആണോ? ഒബ്വിയസ്ലി. ഓക്കെ. അപ്പം അത്ര ഒരു ഫേസ് ചെയ്ത ഒരാൾ അത് ഈ ഒരു സംഭവം തന്നെയാണോ ഈ ഒരു ചിൽഡ്രൻ യുണൈറ്റഡ് ഫൗണ്ടേഷൻ റീയുണൈറ്റഡ്? കാരണം എനിക്ക് റീയുണൈറ്റ് ചെയ്യണം അവർ. കാരണം ഇതിപ്പോൾ എല്ലാ ഐ തിങ്ക് നൗ ദാറ്റ് ഐ ആം എ ഫാദർ, സോ ഐ നോ ഒരു തെറ്റ് പറ്റി. ഇപ്പോൾ ഞാൻ ആരെയും ഒരു അച്ഛനമ്മയും കുറ്റപ്പെടുത്തുകയല്ല. സർക്കംസ്റ്റാൻസസ് ചിലപ്പോൾ അങ്ങനെ ആവും. പക്ഷെ അവർ പിന്നെ അത് ശരിയായി നന്നായി സ്നേഹിച്ച് കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. സോ ദ കൗൺസിലിംഗ് ഈസ് മോർ അച്ഛനമ്മമാരെ കൗൺസിൽ ചെയ്യേണ്ടത്, അല്ലാണ്ട് കുട്ടികളല്ല. കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സോ ഞാൻ എപ്പോഴും റീയൂണൈറ്റ് ചെയ്യുമ്പോൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയും, കുട്ടി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ സാർ? ലൈക്ക് അത് എന്തുകൊണ്ട് ചെയ്യുന്നു? സി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരു 30 വയസ്സ് പയ്യനോ അല്ലെങ്കിൽ പെണ്ണോ ഒരു വളരെ വളരെ ബിഗ് ക്രിമിനൽ ആണെന്ന് വെച്ചു. യു കൻ ടേക്ക് എനി എക്സാമ്പിൾ. യു ഗോ ഡീപ്പ് ഇൻ ടു ദ സബ്ജക്റ്റ്. ആ ടെററിസ്റ്റോ അല്ലെങ്കിൽ ആ ക്രിമിനലോ അല്ലെങ്കിൽ അയാളുടെ ചെറുപ്പത്തിലുള്ള ജീവിതം ഒന്ന് ചോദിക്കൂ. ദ റീസൺ ഇസ് ദാറ്റ്. അത് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ആവാൻ വഴിയില്ല. ഞാനിത് എൻ്റെ ലൈഫ് ഐ ആം ഡെഡിക്കേറ്റിംഗ് ഫോർ ദിസ്. അത് ആ 10 വയസ്സ് 12 വയസ്സ് 15 വയസ്സിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ 30 വയസ്സിൽ ഈ വിടുതം കാണിക്കില്ല. സോ സ്റ്റിൽ അഗെയിൻ ഐ ആം റെസ്പോൺസിബിൾ. ആരാണ്? അച്ഛനമ്മമാർ. ദാറ്റ് ഇസ് എ ഫാക്ട്. ഇറ്റ്സ് എ ഫാക്ട് ഓഫ് ലൈഫ് വിച്ച് നോബഡി വില്ലിംഗ് ടു ആക്സെപ്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും അയ്യോ അത് വലുതായി ഇനി അവൻ്റെ തെറ്റാണ്. അയ്യോ അങ്ങനെയല്ല, തെറ്റങ്ങനെ. ദാറ്റ് ഈസ് ഐ മീൻ ഐ എം നോട്ട് ടെല്ലിങ് നത്തിങ് ക്യാൻ ബി ഡൺ നൗ. സോ ദ ഓൺലി ഓപ്ഷൻ എന്താണ്? സ്നേഹം. 100% ഒരാൾ കേടുവരില്ല, എഴുതി ഒപ്പിട്ട് തരാം. പക്ഷേ എങ്കിലും സാർ നമ്മൾ കുട്ടികളാകുമ്പോൾ വഴക്ക് പറയും, അടിക്കും. പക്ഷേ അതിൽ ഓടിപ്പോവാൻ തയ്യാറെടുക്കുന്ന ഒരു പ്രവണത കണ്ടല്ലേ? ഒരു മിനിറ്റ്, അത് ദിവസമാണെങ്കിലോ എല്ലാ ആഴ്ചയ്ക്കും ഒരിക്കലാണെങ്കിലോ മാസത്തിൽ ഒരിക്കലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അടിച്ച് പിന്നെ കുട്ട കുഴപ്പമില്ല, യു ക്യാൻ കോമ്പൻസേറ്റ്. ഇത് വെറും അടിതടിയെ മാത്രം, വേറെ ഒന്നുമില്ല. ദെൻ ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, പുകച്ച് ഒരു 6 മാസം ചിലവൻ്റെ പേഷ്യൻസ് ലെവലാണിത്. 1 മാസം 2 മാസം സഹിക്കും, 6 മാസം സഹിക്കില്ല ആരും, ഔട്ട്. അപ്പോൾ സഹായിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുകയില്ല. അത് സ്നേഹത്തോട് പറഞ്ഞ് മണ്ടയിൽ കേട്ടാലോ അടിയും തടിയും വേണോ? സാറിൻ്റെ മുമ്പിൽ സാറിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള കുട്ടികളെ കണ്ടമാനം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഔട്ട് ഓഫ് ദിസ് 30,000 ഐ എം റൈറ്റിംഗ് എ ബുക്ക്. ആക്ച്വലി ഇറ്റ്സ് ഗെറ്റിംഗ് ലോഞ്ച് നെക്സ്റ്റ് വീക്ക്. ഐ ഹവ് ജസ്റ്റ് പിക്ഡ് അപ്പ് 10 സ്റ്റോറീസ്. എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോകുന്നു. ഇവിടുത്തെ മലയാളത്തിൻ്റെ ബുക്ക് ഒറ്റപ്പെട്ടവർ എന്നാണ്. ഇംഗ്ലീഷിൽ 10 ഗ്രേറ്റ് എസ്കേപ്സ് എന്നാക്കി അതിന്. അതിൽ ഞാൻ ഒരു ബില്യണയറിൻ്റെ മോൻ ഓടി വന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മൾക്ക് നോക്കുമ്പോൾ എന്താ കാശ് അതല്ല, കുട്ടികൾക്ക് അവർക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പോലീസ് കമ്മീഷണറുടെ മോനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, കുട്ടികൾക്ക് പൈസയെ പറ്റി വാല്യൂ ഇല്ല, അവർക്കൊന്നും അറിയില്ല. അവർക്ക് വേണ്ടത് സ്നേഹം, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ അടിതടി വേണ്ട, നോ അബ്യൂസ്. ഇതിലൊക്കെ ഓരോ അബ്യൂസ് നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ റിയൽ സ്റ്റോറീസ് ഓഫ് 10 റെസ്ക്യൂ ആക്ട്, ഇറ്റ് ഈസ് ഹൊറർ. അവർക്ക് ഐ മീൻ ഐ വിൽ 100% യു വിൽ അഗ്രി ദാറ്റ് ഇറ്റ് ഈസ് പ്യുവർലി പേരൻസ് മിസ്റ്റേക്സ്. എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, പിന്നെ സമ്മതിക്കും. മനസ്സിൽ അവർക്ക് അറിയും, ഓക്കെ തെറ്റ് ഞങ്ങളുടെയാണ്, ഞങ്ങൾ കെയർ ചെയ്തില്ല, ഞങ്ങൾ ടൈമില്ല ഇക്കാലത്ത്. വേണ്ടാത്തതിനൊക്കെ ടൈമുണ്ട്, ഐ എം സോറി ടു സേ ദാറ്റ്. അല്ലെങ്കിൽ യുനോ ഫോർ ദം ദെയർ എൻ്റർടൈൻമെൻറ്റ് ദേ ഹാവ് ടൈം. അല്ലെങ്കിൽ രണ്ടുപേരും ബിസി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്? ഐ എം സോറി, ദാറ്റ് ഇസ് ഹൗ ഐ ആസ്ക്. യു ഹാവ് ടു ഡെഡിക്കേറ്റ്. ഓർ സമയമില്ലാത്ത ആളാണെങ്കിൽ ഉള്ള സമയത്തിൽ സ്നേഹം കൊടുക്കുമോ? അതിനേക്കാൾ റിപ്പോർട്ട് എന്തായി, മാർക്ക് എത്ര കമ്മിയായി, അല്ലെങ്കിൽ അയാളുടെ അവിടെ, സോ ദാറ്റ് ഇസ് റോങ്. അപ്പോൾ അവർ യു ആർ ക്രിയേറ്റിംഗ് എ ജനറേഷൻ ഗ്യാപ്പ്. യുനോ സാറിന് അപ്പം എന്തുകൊണ്ടാണ് സാറിൻ്റെ ഒരു ലൈഫ് അത് ഒറ്റ എന്നുള്ളൊരു സിനിമയായി അല്ലെങ്കിൽ ബുക്കാണ് നമ്മൾ സിനിമയാക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സിനിമയായിട്ട് ആൾക്കാരിലേക്ക് എത്തണമെന്ന് ചിന്തിക്കാനുണ്ടായിരുന്നൊരു റീസൺ? സാർ പറഞ്ഞ പോലെ ആ പോയ ലോകം ഒരു നരകമായതുകൊണ്ടാണോ? ഇത് കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സമയം ഒരുപാടുണ്ട്. പ്ലസ് റസൂൽക്കയുടെ ബ്രദർ ഹാഡ് കം ടു ബോംബെ. മൂപ്പർക്ക് സ്റ്റേഷനെ കാണണം, ഹൗ ഡു എങ്ങനെ റെസ്ക്യൂ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹീ സെഡ് വൈ ഡോണ്ട് യു മീറ്റ് റസൂൽ. സോ റസൂൽ പറഞ്ഞു, ഹരി വൈ ഡോണ്ട് യു മേക്ക് എ മൂവി, ദിസ് ഇസ് വെരി വെരി ഇമോഷണൽ. ആൻഡ് ഇപ്പം ഞാൻ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ അവർ കണ്ടു. ഇങ്ങനെ കുട്ടികളെ എന്തുകൊണ്ട് ഓടി വരുന്നു. ആ ദിവസം ഒരു കോയമ്പത്തൂരിൽ നിന്ന് 2 കുട്ടികൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അടിച്ച്, ഐ മീൻ ഇറ്റ് വാസ് ഹെൽ, ഇറ്റ് വാസ് സ്ലേവറി ആക്ച്വലി. അപ്പോൾ അത് ആരും ഇല്ലാത്ത കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്നതാണ് നാട്ടിൽ നിന്ന്. അല്ലെ എൻ്റെ അങ്കിളുടെ ഒപ്പം പോയി പൂനെയിൽ ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട്, ഈ അങ്കിളൊക്കെ കുളമാണ്. അപ്പോൾ ദേ വാർ സ്ലേവറി ആക്ച്വലി. സോ അവിടുന്ന് അവർ രക്ഷപ്പെടുകയാണ് അവർ. അപ്പോൾ അങ്ങനെ ബോംബെ വന്ന് പെട്ടപ്പോൾ ഞാൻ ഐ റെസ്ക്യൂഡ് ഇറ്റ്. സോ ഹീ സേസ് ദാറ്റ് വി ഷുഡ് ഹാവ് എ ബിഗർ പ്ലാറ്റ്ഫോം ഇൻസ്റ്റെഡ് ഓഫ്. ഞാനൊരു ചെറിയ അവിടെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്തും ഞങ്ങൾ മഹാരാഷ്ട്രയിൽ. വി കോൾ ഇറ്റ് എ സമത്തോൾ എക്സ്പ്രസ്. യുനോ റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ നടക്കുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ കുറേ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, കൂട്ടാ ഈ ഡ്രാമയിലൊന്നും പറ്റില്ല, യു വാണ്ട് ഓൾ ഇന്ത്യ ഓഡിയൻസ്, യു ബെറ്റർ മേക്ക് എ മൂവി. സോ ദാറ്റ് ഈസ് ഹൗ ദ ഫസ്റ്റ് തോട്ട് ഓഫ് മേക്കിംഗ് എ മൂവി കെയിം. എങ്ങനെയാണ് സാറിൻ്റെ ഈ പറഞ്ഞു സാർ ഇപ്പം ചിൽഡ്രൻ റീയൂണൈറ്റഡ് ആ ഒരു ഫൗണ്ടേഷനാണ് ഇപ്പം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു അവരെ തിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കുട്ടികളെ? ഇപ്പോൾ ഇതൊരു ബേസിക് കാറ്റഗറി. ഇപ്പോൾ 100 പേര് ഓടി വരുന്നു വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറിയാണ്. ഒന്ന് വളരെ ചെറിയ റീസൺ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അടിതടിയെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4-5 അടിതടി നടന്നിട്ടുണ്ടാവും. വലിയൊരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ്, മനസ്സിലായോ? നോട്ട് ബിഗ് അബ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ ഒരു കപ്പിൾ ഉണ്ടാവും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും. അപ്പോൾ അവർ ഹലോ എന്നൊക്കെ പറയും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. പോലീസ്, CRPF എല്ലാവരും നമ്മുടെ കോപ്പറേറ്റീവാണ്. അപ്പോൾ അവനൊരു അരമണിക്കൂർ കാണുമ്പോൾ അവൻ കരയാൻ തുടങ്ങും. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആ പപ്പ 98485 നമ്പർ തരും. അപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ, അല്ലെങ്കിൽ ദർ ഇസ് എ ഗവൺമെൻറ് ഹോംസ്, ചിൽഡ്രൻ ഹോംസ്, വാട്ട് യു കോൾ ഇറ്റ് ആസ് ചിൽഡ്രൻ ഹോംസ് കൊണ്ടുവയ്ക്കും. വിത്തിൻ 2 days വിൽ ഇൻഫോം ദ പേരൻസ് ഓർ ദ അങ്കിൾ ഓർ വോട്ടെവർ. അവർ തിരിച്ച് വരും ബോംബെയിൽ, അവർ കൊണ്ടുപോകും. മാറ്റർ ഓവർ ഇൻ 1 week. കൗൺസിലിംഗ് കൊടുക്കും. വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഓൾ അബ്യൂസസ് ഹാസ് ഹാപ്പൻ. ഞങ്ങളുടെ കൗൺസിലേഴ്സ് ആ പയ്യൻ്റെ ഒപ്പം ഇരിക്കും. So it is a smooth process, I should say. Maybe 80% follow in this. So that's very happy I am. Now comes the balance 20%. 10% ഒരു കുറച്ചൊരു ടഫാണ്. അവർ ഓപ്പൺ അപ്പ് ചെയ്യില്ല, സ്റ്റബേൺ, ഓപ്പൺ അപ്പ് ചെയ്യില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവർക്കൊരു മേ ബി വി ടേക്ക് 15 days 1 month. കാരണം ഇതിൻ്റെ FIR ഒക്കെ അറിയുമല്ലോ, പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്. സോ എവരിവെയർ ഇപ്പോൾ അയാളിപ്പോൾ പാലക്കാട് നിന്നാണെന്ന് വെച്ചാൽ സപ്പോസ്, വളരെ കമ്മിയാണ് കേരളത്തിൽ നിന്ന് വരുന്നവർ, തമിഴ്നാടും അതൊക്കെ, ഇവിടുത്തുള്ളവരൊക്കെ മദ്രാസായിരിക്കും ഓടിപ്പോകും. അപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ തപ്പി അവർ ഫൈനലി ബോംബെ എത്തും. അവർ അങ്ങനെ ഒരു ലെറ്റ് us say 10%. Now the remaining 10 is like me, people like me, who അവരൊന്നും പറയില്ല. അപ്പോൾ വി ഹാവ് എ ഡിഫറെൻറ്റ് ആശ്രം ഫോർ ദം, വിച്ച് ഇസ് നോൺ ആസ് സ്വാമി വിവേകാനന്ദ് മനപരിവർത്തൻ കേന്ദ്ര. അതായത് മനസ്സിന് ചേഞ്ച് ആവുന്നുള്ള കേന്ദ്രം. അവിടെ 2 മാസം ഞങ്ങളുടെ കോഴ്സാണത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ലൈക്ക് വി ഗിവ് ടോട്ടൽ ഫ്രീഡം. മുടിയൊക്കെ വെട്ടി നല്ല കുട്ടികൾ, നല്ല ഡ്രസ്സൊക്കെ കൊടുക്കും, കളിച്ചോളൂ. കണ്ടമാനം മരങ്ങളുണ്ട് അവിടെ. 30 ഏക്കർ സ്ഥലമാണ്.
ഫ്രീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറി കഴുകലും ഓടലും യോഗ നല്ല ചാപ്പാടും സാത്വിക് ഫുഡ് അവിടെ മൃഗങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ കോഴി മുതൽ പശുക്കൾ 150 പശുക്കളുണ്ട്. സോ യു ഹാവ് എ പോസിറ്റീവ് വൈബ്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ മറക്കും, ഏതൊക്കെ നെഗറ്റിവിറ്റി എല്ലാം ഒന്ന് പോയി കിട്ടുമല്ലോ. ബിക്കോസ് സം ഓഫ് ദം ആർ ഇൻ ടു ഡ്രഗ്സ് ഓൾറെഡി ഓർ ഷൂ പോളിഷൊക്കെ തിന്നും. ഐ മീൻ ദേ കാണ്ട് അഫോർഡ്. സോ ഷൂ പോളിഷ് എന്തോ വെച്ച് കഴിഞ്ഞാൽ വിശന്നിട്ട് ഒരു വഴിയാവും, കാശില്ല. അപ്പോൾ ഈ ഷൂ പോളിഷ് വിൽ കിൽ ദ ഹങ്കർ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബോംബെയിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ അവൻ വിറ്റ് വില ചെയ്തിട്ടുണ്ടാവും, അവനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരൊക്കെ സെയിൽസ് കൊണ്ടിടും, വേണ്ടാത്ത സെയിൽസൊക്കെ വിറ്റിട്ട് അവൻ ചാപ്പാടൊന്നും കിട്ടില്ല. അവൻ ഒരു ദിവസത്തെ ഒരു ചാപ്പാട് കിട്ടിയ വലിയ കാര്യം. അപ്പോൾ അവർക്ക് നല്ല ചാപ്പാടൊക്കെ കൊടുത്ത് മണ്ടേ കയറ്റി ഇങ്ങനെ അതൊന്ന്. അപ്പോൾ യൂഷ്വലി ഈ ഡിഫിക്കൽട്ട് ആൾക്കാർ ഒരു 40-50 ദിവസം ആകുമ്പോഴേക്കും എല്ലാം പുറത്ത് വരും. മെല്ലെ കുറച്ച് ക്ലൂ തരും, പിന്നെ ഒന്ന് പ്രോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പുറത്ത് വരും. അപ്പോൾ സോ വി ഹാവ് ടു വെയിറ്റ് ടിൽ ദാറ്റ് ഹാപ്പൻസ്. ദെൻ വി ഫുൾ ഹിസ്റ്ററി മര്യാദയ്ക്ക് ഉണ്ടാക്കി. ദെൻ വി കം ടു നോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്തൊക്കെ അബ്യൂസ്, ചിലർക്ക് നടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, സോ എല്ലാം പുറത്ത് വരും. അപ്പോൾ ദെൻ വി കോൺടാക്ട് ദ പേരൻസ് ആൻഡ് റീയൂണൈറ്റ് ദം. ദാറ്റ് ഈസ് വെയർ ഐ പേഴ്സണലി ടേക്ക് കെയർ. മറ്റുള്ളവരൊക്കെ ഓർഗനൈസേഷൻ ആൾക്കാരുണ്ട്. ഐ ആം ഓൾസോ ഇൻ ദ ബോർഡ്, സോ നത്തിങ് ടു വറി. അതാണ് ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഫംഗ്ഷനൊക്കെ വയ്ക്കും. വി കോൾ ദ മിനിസ്റ്റേഴ്സ്, മേ ബി thrice a year we do that. ഈ കുട്ടികളെ തിരിച്ചേൽപ്പിക്കുന്ന ചടങ്ങ്. ചടങ്ങ് മാതിരി. സോ ദാറ്റ് ദ പബ്ലിക് ഈസ് അവെയർ ആൻഡ് ദ പോലീസ്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ദ പോലീസ്. കാരണം അവരാണല്ലോ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ ഇൻ ടേംസ് ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ആൻഡ് എസ്പെഷ്യലി RPF. ഈ എത്രത്തോളം ഇമോഷണൽ ആണ് ആ ഒരു സ്റ്റേജ്, ഐ മീൻ ആ ഒരു ഫംഗ്ഷൻ തന്നെ വരുന്നത്? ഇറ്റ്സ് എക്സ്ട്രീംലി. ഇൻഫാക്ട് ഞാൻ മൈ ഫസ്റ്റ് ഹൗ ടു ട്രാപ്പ് ദിസ് ജെന്റിൽമാൻ, സോ ദാറ്റ് ഹി അണ്ടർസ്റ്റാൻഡ്സ്. അപ്പോൾ ഉപരി ഞാൻ വിളിച്ചു. ഐ എം ടെലിംഗ് യു ആസ്ക് ഹിം, he could not control his tears. In fact, I told him to hand over a couple of children. Oh, okay. So I'm used to that. But still, in fact, that those are the most enjoyable day for me. So usually I avoid the function. ഞാൻ അവിടെ നിൽക്കില്ല, കാരണം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു മുക്കി പോയിരിക്കും. ഒരു മുക്കി പോയി അവിടുന്ന് ഐ വിൽ ഒബ്സർവിങ്. ഒബ്വിയസ്ലി ഐ വിൽ ബി ക്രൈങ്, ബട്ട് ഐ എൻജോയ് സീയിങ് ദാറ്റ് ഇമോഷൻ കമ്മിങ് ഇൻ. പക്ഷെ ചില കേസുകളുണ്ട്, അവിടെയും ഞാൻ I should say that actually there's no emotion on top of it. എനിക്കതാ ഏറ്റവും പേടി. ആ റീയൂണിയൻ സമയത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയാണ്. 98% പെർഫെക്റ്റ് ആണ്, ബട്ട് 2% the parent is not happy or neither the bloody boy is happy. I hope you understood. Which means there is a problem. There is a serious problem. But it's open secret ആണ്. It has to be a stepmother or there is some other serious issue. മനസ്സിലായില്ല, ഇതുമാരത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. So we investigate that. That is what I apply my mind sitting in one corner. ഇത് എന്തുകൊണ്ട് നടക്കണം, എന്തുകൊണ്ട് ഇത്. ഞാനൊരു അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. കാരണം ഇതുപോലെ ആ ഒരു ഇമോഷണൽ സംഭവം ഉണ്ടാവും ഫംഗ്ഷനിൽ. എനിക്ക് വളരെ ഇഷ്ടമാണ്. കരച്ചിലൊക്കെ ആണെങ്കിൽ that means there's happiness. അതെ. So when there is no emotion, there is the biggest problem. So അതിലൊരു സ്റ്റോറിയാണ് one of the books I have written where ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പോയി I am handing it over in Hyderabad. It was till last minute എനിക്ക് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഈ പയ്യനായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 50 feet ദൂരമുള്ള അയാളുടെ വീട്. ഇറ്റ്സ് എന്താണ് സ്ലം ഏരിയ ആണ് ഹൈദരാബാദ്. ലാസ്റ്റ് വീടാണ് ഈ പയ്യൻ്റെ. അതുവരെ നല്ല ജോളിയായിരുന്ന പയ്യൻ 50 feet ഉണ്ടാകുമ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ എൻ്റെ പിന്നിലിങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് അവൻ. അപ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ആ 20 seconds I knew that it is a step mother. അല്ലെങ്കിൽ ഇവൻ ഓടണ്ടേ, ഓടിപ്പോൾ കെട്ടിപ്പിടിക്കണ്ടേ. ഇവിടെ നേരെ മറിച്ചാ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ. അതായിരുന്നു കാരണം വെച്ചാൽ ഇപ്പം ഈ നമ്മൾ കുട്ടികളുടെ ആ ഒരു ഇമോഷൻ, അമ്മ വരുന്നു, അമ്മ കാണുന്നു, കുട്ടീനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുന്നു, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ എന്താ സീരിയസ് ഇഷ്യൂ ഉണ്ട്. ഇതേപോലെ പോയ കുട്ടികൾക്ക് പിന്നീട് ഒരു ട്രോമ എന്ത് തന്നെയായാലും ബാക്കി ഉണ്ടാവായിരിക്കാം ചിലപ്പോൾ ചില കുട്ടികൾക്ക്. ഐ മീൻ 95% ഉണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഇപ്പം നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ അപ്പോൾ അവരെ ഇതും കൂടെ ട്രിഗർ ചെയ്യും കൂടി ചെയ്യല്ലേ ഇതുപോലെ സ്നേഹമില്ലായ്മ വരുമ്പോൾ. ഞങ്ങൾ കുറേ കൗൺസിൽ ചെയ്യും. ഐ മീൻ the father at least will counsel. If it is a stepmother issue, father will counsel and will tell that ഇങ്ങനെ വല്ലതും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ ഇവിടെ തന്നെ ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ കൊണ്ടിടുക.
അവിടുന്ന് പഠിപ്പിക്കുക. കാരണം ഈ അറ്റ്മോസ്ഫിയറിൽ അവൻ വളർന്നാൽ ശരിയാവില്ല ഈ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ വിൽ സ്പോൺസർ ഇറ്റ്. ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ പൈസ കൊടുത്തോളാം, അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ് ചെയ്യും. കാരണം സോ ലോങ് ആസ് ഈ കുട്ടി സുഖമായിരിക്കണം, ഓടാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഷുഡ് ബി നൈസ് അറ്റ്മോസ്ഫിയർ ആൻഡ് നൈസ് ബിഹേവിയർ. സാർ ഇങ്ങനെ പോയിട്ടും രക്ഷിച്ചെടുത്തിട്ടും അത് വെറുതെ ആയി പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഈ സെയിം കേസ് അത് ഞാൻ പറയേണ്ട പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി പിന്നെ ഓടിപ്പോയി. ഞങ്ങൾ ഐ എം നോട്ട് ഏബിൾ ടു ട്രേസ് ഇറ്റ്. സെയിം ബോയ് ഇപ്പോഴും ഇല്ല. ഓ, അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഇമോഷണലിലൂടെ ഓഡിയൻസും കടന്നു പോകേണ്ട ഒരു ഫിലിമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് അത് പറഞ്ഞതിലും കൂടുതൽ correct. In real life it's much bigger, so we can whatever best അനുഭവിച്ചവർക്കല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. സോ പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ആ ഒരു, കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സംഭവമാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ആത്മഹത്യകളും അതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഐ മീൻ സോറി ടു സേ ദാറ്റ് നൗഡേയ്സ് അച്ഛനമ്മമാർക്ക് എവിടെ. സോ വാട്ട് ആ ഒരു ബ്യൂട്ടി ഓഫ് ഇസ് ഡിഫറെൻറ്റ്. യുനോ നമ്മുടെ കുട്ടികളെ പഴകി ഇരുന്ന് കളിക്കുക, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ഗിവ് എ ബിഗ് ബൂസ്റ്റ്. ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഈസ് ഗെറ്റിംഗ് യുനോ പയ്യനൊരു മുക്കിലിരുന്ന് അവൻ കഴിക്കണോ, പെണ്ണൊരു മുക്കിലിരുന്ന് കഴിക്കണോ, അച്ഛനെ ദാറ്റ് ഈസ് ബുൾഷിറ്റ്. ദാറ്റ് ഇറ്റ് സെൽഫ് ക്ലോസ്നെസ് വരില്ല, പിന്നെ അടിതടിയും. അപ്പോൾ ഇറ്റ്സ് വൺ വേ ടിക്കറ്റ് ടു ഹെൽ. ഞാൻ പറഞ്ഞ മാതിരി ഓൺലി വൺ വേർഡ്, TLC, ടെൻഡർ ലവ് ആൻഡ് കെയർ ഹാസ് ടു ബി ദെയർ പെർമനൻറ്റ് ഫോർ എ ചൈൽഡ്. ഐ മീൻ അത് ദാറ്റ് വിൽ ബി എവർ ലാസ്റ്റിംഗ്. അത് ഒരിക്കലും ആ ബോണ്ട് പോവില്ല പിന്നെ വാട്ട് എവർ ഹാപ്പൻസ്. പക്ഷെ അതില്ലെങ്കിൽ എനിത്തിങ് ക്യാൻ ഗോ റോങ്.